കാൽ നൂറ്റാണ്ടിന് ശേഷം ഡൽഹി ഭരണം തിരിച്ചുപിടിച്ച് ബി.ജെ.പി. 2/3 ഭൂരിപക്ഷത്തോടെയാണ് ബി.ജെ.പി. ഡൽഹിയിൽ അധികാരത്തിലെത്തുന്നത്. തുടർച്ചയായ മൂന്നാം തവണയും കോൺഗ്രസ് സംപൂജ്യരായി. ആം ആദ്മി പാർട്ടി വലിയ തിരിച്ചടിയാണ് നേരിട്ടത്. അരവിന്ദ് കെജ്രിവാൾ, അതിഷി, സത്യേന്ദ്ര ജെയിൻ തുടങ്ങി അവരുടെ മുൻനിര നേതാക്കളെല്ലാം പരാജയം ഏറ്റുവാങ്ങി. ഗൗതം അനന്തനാരായണനും എസ് നന്ദഗോപനും ചേരുന്നു. ആദ്യം നന്ദനിലേക്ക് പോകുന്നു. എന്തായാലും ഡൽഹി ഭരണം കാൽ നൂറ്റാണ്ടിന് ശേഷമാണ് ബി.ജെ.പി. തിരിച്ചുപിടിക്കുന്നത്. 2/3 ഭൂരിപക്ഷത്തോടെയാണ് ബി.ജെ.പി. ഡൽഹിയിൽ അധികാരത്തിലെത്തുന്നത്. തുടർച്ചയായ മൂന്നാം തവണയും കോൺഗ്രസ് പരാജയപ്പെടുകയായിരുന്നു. നന്ദൻ ചേരുന്നു. നന്ദൻ, വിവരങ്ങൾ. രോഹിണി, വലിയ ആവേശത്തിലാണ് ഡൽഹി ഉള്ളത്. ഡൽഹിയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ബി.ജെ.പി. പ്രവർത്തകർ ഇപ്പോൾ ഡൽഹിയിലെ ബി.ജെ.പി. ആസ്ഥാനത്തേക്ക്, സംസ്ഥാന ഡൽഹി ഘടകം ആസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മാസങ്ങൾ നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ഫലം കണ്ടതിൻ്റെ ഒരു ആവേശം ഇവിടെ പ്രവർത്തകർ കാട്ടുന്നുണ്ട്. മാത്രമല്ല, ഈ ആം ആദ്മി സർക്കാരിനെതിരെയുള്ള വിധി അത് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാണ് എന്നുള്ളതാണ് മലയാളികളടക്കം വ്യക്തമാക്കുന്നത്. ഈ ആഘോഷത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി മലയാളികളും ഈ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ചേട്ടാ, എന്താണ് ഇങ്ങനെ ബി.ജെ.പിയുടെ ഒരു അട്ടിമറി വിജയം പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാകാൻ ഒരു കാരണം എന്താണ്? തീർച്ചയായും ഈ 10 വർഷത്തെ ആം ആദ്മി പാർട്ടിയുടെ കേജ്രിവാളിൻ്റെ നേതൃത്വത്തിലുള്ള വളരെ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടും ജനങ്ങൾക്ക് ഓരോ കള്ള വാഗ്ദാനങ്ങൾ നടത്തിക്കൊണ്ട് കൊടുത്ത അതിനെതിരായിട്ട് ഒരു ജനവിധിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം തീർച്ചയായിട്ടും ഓരോ 2 പ്രാവശ്യവും കേജ്രിവാളിൻ്റെ നേതൃത്വത്തിൽ ഈ ആം ആദ്മി പാർട്ടി ജയിച്ചു വന്നപ്പോൾ ജനങ്ങളോട് അവർ കുറച്ച് ഫ്രീ എന്ന ഒരു ചെറിയ വാഗ്ദാനം മാത്രം കൊടുത്തിട്ട് അവരെ വോട്ട് മറിച്ചെടുക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് അവർ ചെയ്തത്. പക്ഷേ 10 വർഷത്തെ ഈ ഭരണത്തിൽ ജനങ്ങൾക്ക് മനസ്സിലായി അതിൻ്റെ മറവിൽ വൻ അഴിമതികളും അതുപോലെ തന്നെ ഓരോ സീറ്റ് അവരുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള അവരുടെ ഉപമുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചത് ജനങ്ങൾ കണ്ടു. അതുകൊണ്ട് ഒരു അഴിമതിക്കെതിരായിട്ടുള്ള, അതുപോലെ തന്നെ ഡൽഹിയിൽ യാതൊരുവിധ വികസനത്തിൻ്റെ ഒന്നും കാണാനായിട്ട് ജനങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ അതിനെ ഒരു വലിയ വികാരമായിട്ട് എടുത്തുകൊണ്ട് തന്നെയാണ്. കാരണം ഖുറാനജി ഡൽഹിയിൽ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഈ മെട്രോയും അതുപോലെയുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും കൊണ്ടുവന്നത് ജനങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം. അതുകൊണ്ടാണ് ജനങ്ങൾ ഈ ആം ആദ്മി പാർട്ടിയുടെ ഈ ദുഷ്ഭരണത്തെ, ഈ കൊള്ളസംഘത്തെ എടുത്തു കളയുവാൻ വേണ്ടി തന്നെ ഒരു വലിയ ജനവിധി ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ മോദിജിയെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട്, മോദിജിയുടെ ഗ്യാരണ്ടി അക്സെപ്റ്റ് ചെയ്തുകൊണ്ട്, അതിനെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ജനവിധിയാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഈ വൻ വിജയം, ഈ വൻ ലോട്ടറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനങ്ങളുടെ കയ്യിലെ ആ ഒരു തീരുമാനമാണ് ഇന്ന് വിജയത്തിൽ. ഭാരത് മാതാ കി ജയ്. ഈ മലയാളികളുടെ ഭാഗത്തുനിന്ന് എങ്ങനെയായിരുന്നു ഒരു പ്രചരണങ്ങളൊക്കെ സംഘടിപ്പിച്ചിരുന്നത്? കേരളത്തിൽ നിന്നും ഒട്ടനവധി നേതാക്കൾ കുടുംബയോഗങ്ങളിലടക്കം പങ്കെടുത്തിരുന്നു. മലയാളികളുടെ ഈ പ്രചരണങ്ങളിലടക്കം മലയാളികളുടെ ഒരു സാന്നിധ്യം എങ്ങനെയായിരുന്നു? കേരളത്തിൽ നിന്നുള്ള നേതാക്കന്മാർ മലയാളികൾ കൂടുതലുള്ള ഏരിയകളിൽ വന്ന് ജനസഭകൾ കൂടി, അതുപോലെ തന്നെ ജനസഭകളിൽ അഭിസംബോധന ചെയ്തു. ശ്രീ സുരേഷ് ഗോപി സാറ്, ശ്രീ രാജീവ് ചന്ദ്രശേഖരയുടെ നേതൃത്വത്തിലായിരുന്നു നമ്മുടെ മലയാളികൾക്ക് ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് ഏകോപനം കൊടുത്തത്. കേരള സെല്ലും അതിൽ ഒരു വലിയ പങ്ക് വഹിച്ചിരുന്നു. അതുപോലെ തന്നെ ജോർജ് കുര്യൻ സാറ്, കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സാറ്, ഞാനുൾപ്പെടെയുള്ളവർ ജോർജ് കുര്യൻ സാറുമായിട്ട് വിവിധ ഏരിയകളിൽ, അതുപോലെ മെറോളിയിൽ തന്നെയാണെങ്കിലും ഞാൻ താമസിക്കുന്ന മെറോളിയിൽ മലയാളികൾ സംഘടിപ്പിച്ച പരിപാടികളിലും ജോർജ് കുര്യൻ സാർ അവിടെ പങ്കെടുത്തിരുന്നു. അതുപോലെ തന്നെ മധുവിഹാർ, അതായത് പാലം, അതുപോലെ തന്നെ മട്ടിയാല, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലുമെല്ലാം പങ്കെടുത്ത് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് റോഡ് ഷോകളും ചെയ്ത് ഈ വൻ വിജയത്തിലേക്ക് നയിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. വർഷങ്ങളായിട്ട് ചേട്ടൻ ഇവിടെ താമസിക്കുന്ന ആളാണെന്ന് തോന്നുന്നു. ജനങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. വായു മലിനീകരണം ഉണ്ടായിരുന്നു, മാലിന്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു, യമുനാ നദി ഉണ്ടായിരുന്നു. ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് വർഷങ്ങളായി ഇവിടെ താമസിക്കുന്ന ഒരു മലയാളി എന്ന നിലയിൽ ബി.ജെ.പി. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും എന്തെല്ലാം മാറ്റങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്? നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ഗംഗയെ ശുദ്ധീകരിക്കും എന്ന് പറഞ്ഞ് മോദിജി ഇലക്ഷനിൽ അഭിമുഖീകരിച്ച സമയത്ത് അത് എങ്ങനെയാണ് സാധ്യമാക്കിയിട്ടുള്ളതെന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ തീർച്ചയായും യമുനയിലെ ഈ ഇത്രയും അശുദ്ധമായിട്ട് യമുനാ നദിയെ പുണ്യനദിയായ യമുനയെ ഈ കളങ്കപ്പെടുത്തി അതിൽ പല പ്രാവശ്യവും കേജ്രിവാൾ പറഞ്ഞു, ഞാൻ 2020 സർക്കാർ ജയിച്ചു വന്നാൽ ചെയ്യാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പറഞ്ഞു 2025 ഞാൻ ജയിച്ചു വന്നു കഴിഞ്ഞാൽ ചെയ്യാമെന്ന് പറഞ്ഞു. ജനങ്ങൾ കഴിയാം, അദ്ദേഹം ചെയ്യാൻ പോകുന്നില്ലെന്നും
ബീഹാർ പോലെയുള്ള ജനങ്ങൾ അവരുടെ ചട്ടുപൂജ ഏറ്റവും കൂടുതൽ നടത്തുന്ന ഒരു പുണ്യ നദിയാണ് യമുന. അപ്പം ആ വിഭാഗക്കാരെല്ലാം തീർച്ചയായിട്ടും ഇതിനെതിരായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ വികസനത്തിൻ്റെ കാര്യം, എന്ത് വികസനമാണ് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി നടത്തിയത്? മദ്യ കുംഭകോണത്തിൽ മുങ്ങി 100, 150, 200 കോടിയുടെ കള്ളത്തരങ്ങൾ കാണിച്ച് അവരുടെ മന്ത്രിമാർ ജയിലിൽ പോയി. അതെല്ലാം ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. അതാണ് അവർ ചെയ്തത്. 1+1 എന്ന ഒരു ഫ്രീ സംവിധാനം കൊണ്ടുവന്ന് ഡൽഹിയിലെ ജനങ്ങളെ മദ്യത്തിൽ മുക്കുവാനുള്ള ഒരു സാധ്യത അവർ മുന്നോട്ട് കൊണ്ടുവന്നു. അതിന് BJP ശക്തമായി എല്ലാ സ്ഥലങ്ങളിലും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. അതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് BJP ഇത്രയും വൻ വിജയം നേരിടാൻ കഴിഞ്ഞത്. ദക്ഷിണേന്ത്യക്കാർ മലയാളികളുടെ ഒരു പ്രയത്നം കൂടി ഈ ഡൽഹിയിലെ വിജയത്തിന് പിന്നിലുണ്ട് എന്നുള്ളത് സത്യമാണ്. തീർച്ചയായും മലയാളികളുള്ള ഏരിയകളിൽ മലയാളികൾ പല പല കൂട്ടങ്ങളായിട്ട്, അതുപോലെ തന്നെ RSSൻ്റെ നേതൃത്വത്തിൽ വളരെ ചിട്ടയോടുകൂടിയുള്ള ഒരു പ്രവർത്തനം മലയാളികളുടെ ഇടയിൽ ഉണ്ടായി. ഞാനൊക്കെ താമസിക്കുന്ന ഏരിയയിൽ സംഘത്തിൻ്റെ ഒരു വലിയ സംവിധാനം അവിടെ പ്രവർത്തിച്ചു. അങ്ങനെയാണ് അവിടുത്തെ ആ ഏരിയയിലുള്ള വിജയവും ഉറപ്പിക്കാൻ സാധിക്കപ്പെട്ടത്. അങ്ങനെ വലിയ ആവേശത്തിലാണ് മലയാളികളും ഇവിടേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹിയിലെ BJPയുടെ ആസ്ഥാനത്താണ്. BJP ഡൽഹി ഘടകം ആസ്ഥാനത്താണ്. ഇവിടെ നോക്കിയറിയാം വലിയ ആഘോഷങ്ങളാണ്. ഈ കവാടം കടന്നു കഴിഞ്ഞാൽ മുഴുവൻ BJPയുടെ തോരണങ്ങളും കൊടികളും ഒക്കെ വീശി വിവിധ സ്ഥലങ്ങളിൽ നിന്നും പ്രവർത്തകർ ധാരാളമായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ ബാൻഡ് മേളങ്ങൾ അതേപോലെ തന്നെ മധുരം വിതരണം ചെയ്തുകൊണ്ടൊക്കെയാണ് ഈ ആഘോഷം ഏറ്റെടുത്തിരിക്കുന്നത്. ഏതാണ്ട് 2.5 പതിറ്റാണ്ടിന് ശേഷമാണ് ഇത്തരത്തിൽ BJP അല്ലെങ്കിൽ അധികാരത്തിലേക്ക് എത്തുന്നത്. അതിൻ്റെ ആവേശം കൃത്യമായി ഇവിടുത്തെ പ്രവർത്തകരിൽ കാണാൻ കഴിയുന്നു. അതിനെല്ലാം ഉപരി മാസങ്ങൾ നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് പ്രചരണമായിരുന്നു സംഘടിപ്പിച്ചിരുന്നത്. ചിട്ടയോടുകൂടിയ അച്ചടക്കത്തോടുകൂടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഫലം കൂടിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതിൻ്റെ ആവേശമാണ് ഇവിടെ പ്രവർത്തകരിൽ കാണാൻ കഴിയുന്നത്. ഇവിടെ നൂറുകണക്കിന് എത്തുവാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്നു. എന്നാൽ ഈ സുരക്ഷാ കാരണങ്ങൾ ഈ ഡൽഹി ഓഫീസ് നിൽക്കുന്നത് അതീവ സുരക്ഷാ മേഖലയിലാണ്. അതിനാൽ കൂടുതൽ ഭാഗങ്ങളിൽ നിന്നും ജനങ്ങൾ ഇവിടേക്ക് കടത്തി വിടുവാതിരിക്കുവാൻ വേണ്ടി പോലീസും അതേപോലെ തന്നെ സുരക്ഷാ അധികാരികളും പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെ ഈ മേഖലയിൽ നിന്നുമൊക്കെ തന്നെ ധാരാളം ആളുകൾ പല വഴികളിലൂടെ ഇവിടേക്ക് എത്തുന്നു. ഇതിനോടകം തന്നെ പലതവണ BJPയുടെ ഡൽഹി ഘടകം അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ പുറത്തേക്ക് ഇറങ്ങി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തിരുന്നു. അദ്ദേഹം വ്യക്തമാക്കിയത് ഇത് ധർമ്മത്തിൻ്റെ വിജയമാണ് എന്നുള്ളതാണ്, അനീതിക്കെതിരെയുള്ള വിജയമാണെന്നാണ്, ജനങ്ങളുടെ വിജയമാണെന്നുള്ളതാണ്. ഇനിയാണ് ഡൽഹിയുടെ യഥാർത്ഥ വികസനം കാണാൻ പോകുന്നത് എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അതേസമയം ആരാകും മുഖ്യമന്ത്രി എന്നതടക്കമുള്ള ചോദ്യങ്ങളോട് അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്. അത് ആർക്ക് വേണമെങ്കിലും അങ്ങനെ മുഖ്യമന്ത്രിയാകാം, അത് ദേശീയ നേതൃത്വം തന്നെ തീരുമാനിക്കുമെന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം. വലിയ കൊട്ടും പാട്ടുമൊക്കെയായി തന്നെ സ്ത്രീകൾ അടങ്ങുന്ന വലിയ സമൂഹമാണ് ഇവിടെ ഈ വലിയ ആവേശത്തിൽ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ആഹ്ലാദ പ്രകടനങ്ങളിൽ കൂടുതലായി പങ്കാളികളാകുന്നത് എന്നുള്ളതാണ്. പലയിടങ്ങളിലും ജയ് ശ്രീറാം വിളികൾ കേൾക്കാം. പലരും ഗതകളുമായും അതേപോലെ തന്നെ ഹൈന്ദവ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് വസ്തുക്കളുമായൊക്കെ തന്നെ വന്ന് വലിയ ആഘോഷങ്ങളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അംഗപരിമിതരുണ്ട്. എന്നാൽ ആ പരിമിതികളൊന്നും തന്നെ ഇവിടെ അവരെ ബാധിക്കുന്നില്ല. പൂർണ്ണമായും അവർ വലിയ ആഘോഷത്തിലാണ്. പ്രത്യേകിച്ച് മാസങ്ങൾ നീണ്ടുനിന്ന പ്രചരണങ്ങൾ 2.5 പതിറ്റാണ്ടിന് ശേഷമാണ് അവർക്ക് ഇങ്ങനെ ഒരു വിജയം കാണാൻ കഴിയുന്നത്. ദേശീയ തലത്തിൽ പല സംസ്ഥാനങ്ങളിലും BJP വിജയം കണ്ടപ്പോഴും രാജ്യതലസ്ഥാനത്ത് ഇന്ദ്രപ്രസ്ഥത്തിൽ BJPയുടെ കൊടി പാറിക്കുവാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. അത് സാധിച്ചതിൻ്റെ ഒരു സന്തോഷം അത് ഇവിടെ ഓരോ പ്രവർത്തകരുടെയും മുഖത്ത് കാണാൻ കഴിയുന്നുണ്ട്. രോഹിണി. അതെ, ശരി. നന്ദഗോപനാണ് തത്സമയ വിവരങ്ങൾ നൽകിയത്. ആവേശത്തിലാണ് BJP രാജ്യ തലസ്ഥാനത്ത്.